ഒരു രാഷ്ട്രീയ ലക്ഷ്യത്തെ മുൻനിർത്തിക്കൊണ്ടാണ് പൂരം കലക്കൽ ഉണ്ടായത് എന്നത് വളരെ വ്യക്തമാണ്. അതിന് മുമ്പാണ് ADGP RSS മേധാവിയെ കാണുന്നത്, BJP നേതാക്കളെ കാണുന്നത്. അപ്പോൾ BJPയുമായി ചേർന്നുള്ള ഒരു രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗമാണ് പൂരം കലക്കലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. അതുകൊണ്ട് തന്നെയാണ് യഥാർത്ഥ പ്രതി തന്നെ റിപ്പോർട്ട് കൊടുത്തപ്പോൾ അത് സ്വീകാര്യമല്ല എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തുന്നത്. ഏതായാലും ശരി, ഈ കാര്യത്തിൽ ഗവൺമെൻറ് നടത്തുന്ന കള്ളക്കളി അവസാനിപ്പിക്കണം. മുഖ്യമന്ത്രി ഈ കള്ളക്കളി അവസാനിപ്പിക്കണം. കേരളത്തിലെ ഒരു ഭരണകക്ഷി MLA ഉന്നയിച്ച ഗൗരവതരമായ ആരോപണങ്ങൾ ഒന്നുപോലും പരിശോധിക്കാൻ മുഖ്യമന്ത്രി തയ്യാറല്ല. ഇടതുമുന്നണിയിലെ എല്ലാ കക്ഷികളും ആവശ്യപ്പെട്ടിട്ടും ADGPയെ മാറ്റാതിരിക്കുന്നതിൻ്റെ പിന്നിലെ രഹസ്യം എന്താണ്? ഒരാളുടെ പേരിൽ ആരോപണം ഉണ്ടായാൽ ആരോപണ വിധേയനായ വ്യക്തിയെ മാറ്റി നിർത്തി അന്വേഷിച്ച് കുറ്റക്കാരനല്ലെങ്കിൽ തിരിച്ചു കൊണ്ടുവരാമല്ലോ. അതല്ലേ ചെയ്യേണ്ടത്. അതിന് പകരം റിപ്പോർട്ട് വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ADGPയെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നത്, എൻ്റെ അർത്ഥം മുഖ്യമന്ത്രിയുടെ ഈ രാഷ്ട്രീയ നാടകത്തിൻ്റെ പിന്നിൽ ഇവരെല്ലാം ഉണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ടാണ്. ഏതായാലും പാറമേക്കാവ് ഭഗവതിക്ക് ഏതായാലും കുറ്റമുണ്ടെന്ന് പറയാതിരുന്നത് വലിയ കാര്യമായി. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ പ്രതി തന്നെയാണ് അന്വേഷിക്കുന്നത്. പിന്നെ എന്ത് തെളിയാനാണ്? സർക്കാരിൽ ആളുകൾക്ക് വിശ്വാസമില്ല. കാരണം മുഖ്യമന്ത്രി ഈ പ്രതികളെ മുഴുവൻ സംരക്ഷിക്കുകയാണ്. ശശിയെ സംരക്ഷിക്കുന്നു, പൊളിറ്റിക്കൽ സെക്രട്ടറിയെ സംരക്ഷിക്കുന്നു, ADGP ലോ ആൻഡ് ഓർഡറെ സംരക്ഷിക്കുന്നു. പിന്നീട് എന്ത് എൻക്വയറിയാണ് ഉണ്ടാകുന്നത്? ADGPയെ സംരക്ഷിക്കുന്നു എന്നുള്ളത് പുറത്ത് വന്ന ശേഷം പിന്നെ എന്ത് റിപ്പോർട്ടാണ് താഴെയുള്ള ഉദ്യോഗസ്ഥന്മാർ എഴുതി കൊടുക്കുന്നത്? സാമാന്യ ബുദ്ധിയുള്ള എല്ലാവർക്കും അറിയില്ലേ? ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി ADGPക്ക് ക്ലീൻ ചിറ്റ് നൽകിയാൽ താഴെയുള്ള ഏത് ഉദ്യോഗസ്ഥരാണ് ADGPക്കെതിരായി റിപ്പോർട്ട് കൊടുക്കാൻ പോകുന്നത്? അപ്പോൾ ഇതെല്ലാം ഒരു പ്രഹസനമാണ്. മുഖ്യമന്ത്രിക്ക് ADGPയുടെ പേരിൽ നടപടിയെടുക്കാനുള്ള കഴിവില്ല എന്നുള്ളതാണ് വ്യക്തം.